ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് സൺഡേ സ്പെഷ്യൽ എല്ലാവരുടെയും വീട്ടില്? ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് തിലോപ്പിയ എന്ന് പറയുന്ന ഒരു മീൻ കിട്ടി. അപ്പൊ അത് വെച്ചൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 6-7 കൊച്ചുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിന് പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അരപ്പിലേക്ക് ഇച്ചിരിയൂടെ വെള്ളമൂടെ ചേർത്ത് കലക്കി, വെള്ളത്തിന്റെ അളവ് നമ്മുടെ മീൻ എത്രയുണ്ടോ അത് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ വെള്ളം നമ്മൾ ഈ അരപ്പിലേക്ക് ഒഴിക്കുക. മൂന്നാല് വടക്കംപുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വടക്കംപുളി അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് 1 ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ അരപ്പ് കലക്കിയെടുക്കുക. ഇനി കറിക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർക്കുക. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടുന്നത്. മൂന്നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറി ഈ അരപ്പിലോട്ട് ഇടുക. എന്നിട്ട് നമുക്കിത് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇനി അടച്ചു വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, ആ മീൻ കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ മീൻ കഷ്ണങ്ങൾ കണ്ടേ അരപ്പിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് മറിയുകയാണ്. ഇനി ഈ മീൻകറിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. എല്ലാവരും നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ? കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എല്ലാ വീഡിയോസും കാണുമ്പോഴും ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പം നമ്മുടെ തിലോപ്പിയ മീൻ കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.